പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തനിക്കുണ്ടായ അപകടത്തിന് പിന്നിൽ മീനുവാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിയോട് സൂരജ്. ഇതോടെ ചിന്താമണി ഇതെല്ലാം അവൾ മനഃപൂർവ്വം ചെയ്തതാണ്, സൂരജേട്ടനെ തകർക്കുന്നതിന് വേണ്ടി. കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിട്ടുകളയരുത് സൂരജേട്ടാ, ഇതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. ഇന്ന് അവൾ അങ്ങനെ ചെയ്തു, നാളെ ഇതിലപ്പുറം ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിന്താമണി, നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് തിരിച്ചടിക്കുക അവളെ? ആ കാര്യത്തിലാണ് എനിക്കൊരു സംശയം. അവൾ ഒരു പെൺകുട്ടിയല്ലേ? അതുകൊണ്ടെന്താ? അവൾ സൂരജേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പോൾ സൂരജേട്ടനും തിരിച്ചടിക്കാവുന്നതാണ്. ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. സൂരജേട്ടൻ ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഞാൻ സൂരജേട്ടന്റെ കൂടെയാണ്. ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല. സൂരജേട്ടൻ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മാത്രമാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുക. ഇതോടെ സൂരജേട്ടൻ പേടിച്ചു വഴിമാറിക്കൊടുത്തു എന്നാണ് അവൾ വിചാരിക്കുക. അതുകൊണ്ട് സൂരജേട്ടൻ മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്ത് പോവുകയാണ് സൂരജ്. തിരിച്ചടിക്കാൻ പറ്റിയ അവസരം ലഭിക്കുകയാണ് എങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. അതിന് വേണ്ടി കാത്തിരിക്കുക, അതാണ് നല്ലത്. ഇതേ സമയം മീനുവാകട്ടെ സൂരജിന് കൊടുക്കേണ്ടത് തന്നെയാണ് താൻ കൊടുത്തിട്ടുള്ളത്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിനൊരു തിരിച്ചടി സൂരജ് തരാൻ സാധ്യതയില്ലേ? ആ ഒരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. പക്ഷേ ഒന്നും അറിയാത്തതുപോലെയുള്ള തൻ്റെ അഭിനയം തൽക്കാലത്തേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാം. എന്താണ് സൂരജ് ചെയ്യാൻ പോകുന്നത് എന്ന് നേരിട്ട് അറിയുക തന്നെ വേണം. അയാളുടെ കയ്യിലിരിപ്പിനുള്ളതാണ് ഇപ്പോൾ അയാൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ യാതൊരു വിഷമവും വേണ്ട. ഇതേ സമയം മുത്തശ്ശിക്ക് തൻ്റെ സംശയങ്ങൾ അടക്കാൻ സാധിക്കുന്നില്ല. തന്നോട് അവൻ പറഞ്ഞത് ശുദ്ധ കള്ളത്തരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് മുത്തശ്ശി. ഇതോടെ മീനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുത്തശ്ശി തയ്യാറാകുന്നു. കാര്യങ്ങൾ മുത്തശ്ശി ചോദിക്കുകയാണ് മീനുവിനോട്. മീനു ആദ്യം ഒഴിഞ്ഞു മാറുന്നുവെങ്കിലും ഒടുവിൽ മുത്തശ്ശിയോട് സത്യങ്ങൾ സമ്മതിക്കേണ്ട അവസ്ഥ മീനുവിനും വന്നെത്തുന്നു. പക്ഷേ ഇതിനിടയിലാണ് ശിവരഞ്ജിനിയുടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് വരുന്നത്. സൂരജിനെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ശക്തമായി. ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന സൂരജ് ശിവരഞ്ജിനിയെ ചെന്ന് കാണുന്നു. ഇതോടെ ശിവരഞ്ജിനി, ഓ, അപ്പോൾ എന്നെ കാണാൻ ഇവിടേക്ക് വരാനൊക്കെ സാറിനറിയാം. ഒരു ആവശ്യം വന്നപ്പോൾ സാറ് മുട്ടുമടക്കിയല്ലേ? ഇത് കേൾക്കുന്ന സൂരജ്, ഞാൻ നിങ്ങളുടെ ഓശാരം സ്വീകരിക്കാൻ വന്നതൊന്നുമല്ല. നിങ്ങൾ സ്ഥലം മാറ്റുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഞാൻ കൃത്യമായി അറിയുന്നുണ്ട്. പക്ഷേ ആ ഭീഷണിക്ക് മുന്നിലൊന്നും പേടിച്ച് മുട്ടുകുത്താൻ തയ്യാറല്ല ഞാൻ എന്ന് നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഇവിടേക്ക് വന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്തോ. ഞാൻ എന്തായാലും തോറ്റു തരാൻ തയ്യാറല്ല. കാര്യങ്ങൾ ഞാൻ എൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാലും നിങ്ങളുടെ ചതി വിജയിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. എന്തായാലും കാര്യങ്ങൾ ഇനി ഏറ്റുമുട്ടി തന്നെ കാണാം എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് ശിവരഞ്ജിനിയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വെല്ലുവിളി തനിക്ക് ഇതുവരെ നേരിടേണ്ടതായി വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ശിവരഞ്ജിനി. കാര്യങ്ങൾ
ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ എന്തായാലും ഇനി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ശിവരഞ്ജിനി. ഇതിനിടയിൽ ശിവരഞ്ജിനിയുടെ ചതി മീനു തിരിച്ചറിയുകയും ചെയ്തത് മീനുവിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.